Watch full episodes on Jio Hotstar. കുട്ടികളെ എല്ലാരും തയ്യാറായിക്കൊള്ളൂ. വൈകുന്നേരം രുദ്രയുടെ ബർത്ത്ഡേ ആഘോഷിക്കണ്ടേ? രുദ്രയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കേക്കും റെഡിയാകുന്നുണ്ട്. ഹി ഈസ് ദ ബെസ്റ്റ് സ്റ്റുഡന്റ് ഓഫ് അവർ സ്കൂൾ. അതുകൊണ്ട് ഒരു കാര്യത്തിലും ഒരു കുറവും വരരുത്. ബെസ്റ്റ് സ്റ്റുഡന്റ് ഓഫ് ദ സ്കൂൾ, മൈ ഫുഡ്. അവർക്ക് എല്ലാവർക്കും അവൻ ബെസ്റ്റാ. ഡോണ്ട് വറി, നിങ്ങളുടെ അമ്മാവൻ നിങ്ങൾക്ക് വേണ്ടി വേറെ പ്ലാൻ കരുതി വെച്ചിട്ടുണ്ട്. അയ്യോ, ഇത് നമ്മുടെ രുദ്രയുടെ വോയിസ് അല്ലേ? ശരി, വാ നമുക്ക് ചെന്ന് നോക്കിയേക്കാം. അവര് ശരിക്കും കുടുങ്ങിപ്പോയി. ശബ്ദം ആ ഭാഗത്ത് നിന്ന് വരുന്നത്. നിങ്ങൾ കൊന്നത് നന്നായി. ഈ സർപ്പത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാം. ഞാൻ നിന്നെ രക്ഷിക്കാം. എന്റെ ദൈവമേ, ഈ പാമ്പ് ശരിക്കും അപകടം പിടിച്ചതാന്ന് തോന്നുന്നല്ലോ. ഇവിടെ എന്താ നടക്കുന്നേ? ഞാൻ മാജിക്, ഞാനാണ് മായാജാലം. ഗെയിം ഒന്നും കളിക്കാതെ നിങ്ങൾ ഇടയ്ക്ക് കയറി വന്നാലേ അപ്പൊ നിങ്ങൾ ഇങ്ങനെ കുടുങ്ങി പോകില്ലേ? ഇവിടത്തെ റൂൾ എന്താണെന്ന് അറിയാമോ? ഗെയിം കളിച്ചുകൊണ്ട് ലൂഡോയുടെ നടുക്ക് കയറി വരണം. പക്ഷേ നിങ്ങൾ ഗെയിം കളിക്കാതെ തന്നെ എടുത്തു ചാടി വന്നത് കൊണ്ടാണ് ഗെയിമിനുള്ളിൽ കുടുങ്ങിപ്പോയത്. നിങ്ങളെല്ലാവരും രുദ്രയുടെ ബർത്ത്ഡേ കുറിച്ചല്ലേ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്? പക്ഷേ ഞാൻ വേറൊരു ബർത്ത്ഡേ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അറിയോ, നിങ്ങൾ രണ്ടുപേർക്കും അവന്റെ ബർത്ത്ഡേക്ക് അയ്യോ പോകാനേ കഴിയില്ല. കാരണം നിങ്ങൾ ഇവിടെ എന്റെ കസ്റ്റഡിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷിക്കും. പക്ഷെ അവൻ എങ്ങനെ രക്ഷിക്കും അതാലോചിക്ക്. അവനെ ഇവിടെ അടുത്തൊന്നുമില്ല കേട്ടോ. ആരാ? ഡിറ്റൻഷൻ. ആർക്കാ കൊടുക്കേണ്ടത്? ഓല, ഞാനാണ് സപ്പോല. എന്ത് കളിയാതൊക്കെ? ഞാനാണ് മാജിക്, ഞാനാണ് മായാജാലം. എടാ, എന്നെ കണ്ട് പേടിക്ക്, ഞാനാണ് ഷാക്കാൽ. അത് കൊള്ളാം. എടാ രുദ്ര, നീ ഇവിടെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിട്ടല്ലേ കറങ്ങി നടക്കുന്നത്? നിനക്ക് വേണ്ടി സ്പെഷ്യൽ പാർട്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ പഠിക്കുന്ന മറ്റു കുട്ടികൾക്കൊന്നും പിറന്നാൾ ആഘോഷിക്കണ്ടേ? ഈ സ്കൂളിലാണെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഭേദഭാവങ്ങളാണല്ലോ. എനിക്കാണെങ്കിൽ ഭേദഭാവങ്ങൾ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് മറ്റൊരു പ്ലാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ ജന്മദിനത്തിൽ നീ പോലും ആഘോഷിക്കാൻ വരില്ല. എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? നമ്മൾ ഇപ്പൊ എവിടെയായിരിക്കുന്നേ? ഇത് കോൾ സിറ്റി ആണല്ലോ. അവൻ നമ്മളെ കോൾ സിറ്റിക്ക് കൊണ്ടുവന്നത്. ഞാൻ നിങ്ങളെ കാൽ സിറ്റിയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നീ ശരിക്കും എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു രുദ്ര. കൊള്ളാം.
പിന്നെ ഇപ്പോ നിന്റെ ബർത്ത്ഡേ നിന്നോടൊപ്പം ഇവിടെയുള്ള എന്റെ ജനങ്ങൾ ആഘോഷിക്കും. കാൽ സിറ്റിയിലെ ജനങ്ങളെ, ഇതാണ് രുദ്ര. പിന്നെ അവൻ കാൽ സിറ്റി മുഴുവൻ സ്പൈ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇവന് ഏത് തരത്തിലുള്ള ശിക്ഷയാണ് നൽകേണ്ടത് അത് ചെയ്തോളൂ. അവന്റെ കഥ അവസാനിപ്പിക്ക്. അവൻ ഒരു കാരണവശാലും രക്ഷപ്പെടരുത്. നമുക്ക് ഇവിടുന്ന് പോവാം. ഇവരുമായിട്ട് ഏറ്റുമുട്ടുന്നത് ശരിയല്ല. ഞാൻ ഇവരുമായിട്ട് ഏറ്റുമുട്ടാൻ ആഗ്രഹിക്കുന്നില്ല. പച്ചമുട്ട വലിച്ചെറിയുന്നു. അറ്റ്ലീസ്റ്റ് ഓംലെറ്റ് ആക്കിയിട്ട് എറിയായിരുന്നില്ലേ? As you say. കൊള്ളാലോ, അവര് പോപ്പോയിലും ഓംലെറ്റ് ഒക്കെ ആണല്ലോ എറിയുന്നത്. അയ്യോ, ഇവരിപ്പോ ബാലൻസ് ഡേറ്റ് തരുന്നത്. ഒരാള് മുട്ട, ഒരാള് ആപ്പിൾ, തക്കാളി, തണ്ണിമത്തൻ, സാധനം വെച്ചിരുന്നു. രുദ്ര, എന്തെങ്കിലും ചെയ്യോ? ഷക്കാലിനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇവിടെ എന്തുമാത്രം ഫ്രൂട്ട്സ് ഉണ്ട്. അത് വെച്ച് ഞാൻ ഷക്കാലി ഒരു വഴിയാക്കി നോക്കിയോ. അയ്യോ മൈര, നീ എന്താ ഈ ചെയ്യുന്നേ? രുദ്ര, രക്ഷിക്കേ. ഞാനാണ് മാജിക്. ഞാനാണ് മായാജാലം. ഞാനാണ് ഷാക്കാൻ. ഞാനാണ് ഷാക്കാൻ. ഇനി കളി കണ്ടില്ലേ? ഇത് കാണുന്നത് രസമുണ്ടല്ലേ? എന്നെ വിട. ശക്കാലിന്റെ സൗണ്ട് ആണല്ലോ. അയ്യോ, ഇത് ശക്കാലാണല്ലോ. അതേലോ. നിങ്ങൾ എന്തിനാ എന്നെ അടിക്കുന്നേ? അവനെയാണ് അടിക്കേണ്ടത്. എവിടെ പോയി അവന്മാരിത്? എവിടെ പോയി? വേഗം കണ്ടുപിടിക്ക്. അതാ അവിടെ. അവിടെയോ? ഇങ്ങ് വാ, ഇങ്ങ് വാ, വാ, വാ. ഇങ്ങോട്ട് വാ, 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 വാ. നിങ്ങൾ ഇത് എങ്ങോട്ടാ പോകുന്നേ? രുദ്ര, മുകളിൽ ഞാൻ പൂട്ടിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്. ലോക്ക് ഡ്രാ, ലോക്ക് ഇട്ടിരിക്കുകയാണ്. നിന്റെ ഇമേജ് കണ്ടപ്പോ തന്നെ എന്തൊക്കെ സംഭവിച്ചു നീ കണ്ടതല്ലേ? ഇവൻ ഈ പ്രാവശ്യം ശരിക്കും നമ്മളെ പ്ലാൻ ചെയ്ത് കൊടുക്കിരിക്കുക. രുദ്ര, ഇനി നീ നിന്റെ ബർത്ത്ഡേ ഇവിടെ ആഘോഷിക്ക. ഇവിടെ ഞാൻ പോക നിന്റെ സ്കൂളിലേക്ക്. എനിക്കവിടെ ചില പണികളുണ്ട്. നിങ്ങൾ 3 പേരും, അതായത് രുദ്ര, മായര, പിന്നെ വരുണിന്റെ സ്ഥാനം എടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഡിസൈഡ് ചെയ്തോ. ഡിസൈഡ് ചെയ്തോ. ആരാവും രുദ്ര, ആരാവും വരുൺ? മായര ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾ 3 പേരും പാർട്ടിയിൽ ചെന്നിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിൽ ബിഹേവ് ചെയ്യണം. പിന്നെ രുദ്രയുടെ പേര് ഡാമേജ് ആയി പോകണം. അകീര, സകീര. അതെ, നിങ്ങൾ വേഗം പറ. ഇപ്പൊ ആരായിട്ടാ മാറാൻ പോകുന്നത്? ഞാൻ രുദ്ര ആയിക്കോളാം. ജോഡി മൈര ആയിക്കോട്ടെ. പിന്നെ സാൻഡി വരുണോ ആയിക്കോളാം. ഇതെന്താ ഈ ചെയ്തത് ജെനി? നീ ഇപ്പൊ മായരാകേണ്ടതല്ലേ? പക്ഷെ എനിക്ക് രുദ്രയുടെ പവറാണ് ആവശ്യം അമ്മാവാ.
ഞാൻ പവറിനെ കുറിച്ചല്ലല്ലോ സംസാരിച്ചത്. ഇപ്പൊ പറഞ്ഞതൊക്കെ ഗെറ്റപ്പിനെ കുറിച്ച് മാത്രമായിരുന്നു. ഇപ്പൊ നീ സംസാരിക്കേണ്ടത് രുദ്രയുടെ വോയിസിലാണ്. പക്ഷേ നീ ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ ശബ്ദത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബി കെയർഫുൾ. പിന്നെ മൈര, എന്താ അമ്മാവാ? ജോഡി, നീയും ദയവ് ചെയ്ത് വാ തുറക്കരുത്. കാരണം നീ ഇപ്പോൾ പറയേണ്ടതെല്ലാം മൈരയുടെ വോയിസിലാണ്. പക്ഷേ നീ ഇപ്പോ ആൺകുട്ടിയുടെ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. സാൻഡി, നീയും കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും കുടുങ്ങിപ്പോകും. എന്നാ ശരി അമ്മാവാ. എന്നാ വാ നമുക്ക് പോവാം. ഇത് രുദ്രയെ അപമാനിക്കാനുള്ള സമയവാ, നമ്മുടെ സമയം. ഇന്ന് ഞാൻ അവന്റെ ഇമേജ് തകർത്ത് കളയും. അവന്റെ ഇമേജ് ഞാൻ ഡാമേജ് ആക്കും. ഉപ്സ്. ജനി, നീ നിന്റെ വാ തുറക്കരുത് കേട്ടോ. ഞാനും എന്റെ വാ തുറക്കില്ല. ഉപ്സ്. നമുക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം ഇതാണ്. പക്ഷെ രുദ്ര, ഈ സ്ഥലം ഷക്കാലിന്റേതാണ്. കാൽ സെറ്റിലുള്ളവർ തീർച്ചയായിട്ടും നമ്മൾ ഷക്കാലിന്റെ പാലസിൽ ഉണ്ടാവുന്ന ആലോചിക്കുകയില്ല. എപ്പോഴാ വന്നത്? ഇവരെ രണ്ടുപേരെയും എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? ഇവര് രണ്ടുപേരും എന്റെ തടവുകാരാണ്. ഇവരെ രക്ഷിക്കാനായിട്ട് രുദ്ര തീർച്ചയായും ഇവിടെ എത്തും. അപ്പോ അവനെയും ഞാൻ എന്റെ തടവിലാക്കും. പോയി ആഹാരം കൊണ്ടുവാ. ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ട്. ഞാൻ എല്ലാവർക്കും അല്ല, നിങ്ങൾക്ക് മാത്രം കഴിക്കാൻ ആഹാരം തരും ഷക്കാൽ. ഞാൻ ഒരിക്കലും ശത്രുക്കൾക്ക് ആഹാരം കൊടുക്കാറില്ല. എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല. സോഗയെ കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ശരി. എന്നാ ശരി, വേണ്ട. ഇന്ന് ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ, അതുപോലെ നിങ്ങൾക്ക് അറിയില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു അടിപൊളി കേക്ക് റെഡിയാക്കി കൊടുക്കാമായിരുന്നു. ഷക്കാൽ, എന്നാണോ നിങ്ങളുടെ ബർത്ത്ഡേ? എന്നാൽ ഞാൻ നല്ലൊരു കേക്ക് റെഡിയാക്കും. നല്ല അടിപൊളി ഒന്നാം തരം ഒരു കേക്ക്. നിങ്ങൾ അത് ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കും. സോഗയെ കൊണ്ട് അതൊന്നും പറ്റില്ല. ഷക്കാൽ, കേക്ക് കട്ട് ചെയ്യൂ. ഞങ്ങളെല്ലാവരും നിന്ന് ഹാപ്പി ബർത്ത്ഡേ പാട്ട് പാടാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഷക്കാൽ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഈ കേക്ക് ഒരിക്കലും നിങ്ങളുടെ വായിക്കകത്ത് പോകില്ല. ഈ കേക്ക് ഞാൻ സ്പെഷ്യലി ഷക്കാലിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ആ കേക്ക് ഷക്കാലിന്റെ വായി മാത്രമേ പോകത്തുള്ളൂ. ഒരൽപ്പം സോഫ്റ്റ് ഡ്രിങ്ക് കൂടി കൊണ്ടുവാ. ആഹാ, ഇപ്പോൾ തന്നെ കൊണ്ടുവരാം. ആ. അല്ല, ഈ ഷക്കാൽ എന്താ കസേര മാറ്റി ഇരിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ സീറ്റ് മാറി മാറിയിരുന്ന് ആഹാരം കഴിക്കുന്നേ? അത് പിന്നെ ഞാൻ ഒരു ടെസ്റ്റ് ചെയ്യായിരുന്നു. അതായത് ഏത് ഭാഗത്ത് നിന്ന് കഴിച്ചാലാണ് കേക്കിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എന്ന്. ഇവിടെ നിന്ന് കഴിച്ചാലാണോ ടേസ്റ്റ്, അതോ ഇവിടെ നിന്ന് കഴിച്ചാലാണോ ടേസ്റ്റ്, അതറിയാനായിരുന്നു. ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ. എന്തോ പ്രശ്നം. എന്താ നടക്കുന്നേ? ഞാൻ തന്നെയാണല്ലോ അവിടെ ഇരിക്കുന്നത്. മൈര, വരുണും അവിടെ ഉണ്ടല്ലോ. അത് ഞാനല്ല, അത് രുദ്രയുടെ കളിയാണ്. അവൻ അവന്റെ ബർത്ത്ഡേ എന്റെ പാലസിലിരുന്ന് ആഘോഷിക്കുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് കേക്ക് കഴിക്കുകയാണ്. എന്താണിത്? സോക്ക, നീ എന്താണ് അവിടെ ചെയ്യുന്നത്? ഷാക്കാൽ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയത്. നിങ്ങൾ എന്തിനാണ് ക്രിസ്റ്റൽ ബോളിന്റെ അകത്ത് കയറിയിരിക്കുന്നത്?
എടാ അത് രുദ്രയും അവന്റെ കൂട്ടുകാരുമാണ്. ഷക്കാൽ, നിന്റെ പാലസിൽ ഇരുന്നോണ്ട് എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഒരു ചാൻസ് കിട്ടി. താങ്ക് യു വെരി മച്ച്. Shut up. നിന്റെ ബർത്ത്ഡേ ഒരിക്കലും ആഘോഷിക്കില്ല നീ. ചെന്ന് പിടിക്കടാ അവനെ. എനിക്കിവിടെ ഒരുപാട് ജോലികളുണ്ട്. നോക്കൂ രുദ്ര, നിനക്ക് വേണ്ടി എത്ര വലിയ കേക്കാ ഞാൻ ഉണ്ടാക്കിയേക്കുന്നതെന്ന്. വൗ, ഈ കേക്ക് കാണാൻ ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. ആദ്യം ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ, അപ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. ടെസ്റ്റ് ചെയ്യാൻ പോവാണോ? അത് അവൾ ടെസ്റ്റ് ചെയ്യാൻ പോവാ, അതല്ല അവൻ. അത് ഞാൻ സംസാരിക്കുന്നത് കേട്ട് അവൻ അങ്ങനെ ആയത്. ശരിക്കും പറയാൻ പറഞ്ഞ കേൾക്കില്ല, മാറ്റി മറിച്ചും പറയും. ചില സമയത്തൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. നീ അങ്ങനെ ചെയ്യുന്നല്ലേ പറഞ്ഞത്? ആ അതെ, ചിലപ്പോ ഞാൻ അങ്ങനെയൊക്കെ പറയാറുണ്ട്. കാരണം ഞാൻ ഒരു ചെറുക്കനല്ലേ. ഉം? നിങ്ങൾ വായടയ്ക്കോ? അല്ല, നിങ്ങൾ ഇത് എന്താ ഈ ചെയ്യുന്നേ? രുദ്ര, അത് നിന്റെ കേക്കാണ്. നീ എന്തിനാ അത് നശിപ്പിച്ച് കളയുന്നത്? അതെന്റെ ഇഷ്ടം, ഞാൻ ആ കേക്ക് കഴിക്കും. അല്ലെങ്കിൽ തന്നെ ഇത് എന്റെ ബർത്ത്ഡേ കേക്ക് അല്ലേ. കഴിക്കൂന്നൊക്കെ പറഞ്ഞു. നിനക്കിത് എന്താ പറ്റിയത് രുദ്ര? ഓ സോറി, അത് ഞാൻ കഴിക്കുന്ന പറഞ്ഞത്. ഷെടാ, ഈ രുദ്രക്ക് ഇതെന്താ പറ്റിയേ? ചിലപ്പോ കഴിക്കുമെന്ന് പറയുന്നു, ചിലപ്പോ കഴിക്കാമെന്ന് പറയുന്നു. ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഡിറ്റൻഷൻ ചെയ്യുമായിരുന്നു. ഇന്ന് നിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നീ എന്തായാലും രക്ഷപ്പെട്ടു. രുദ്ര, നീ ഇത്രയും നല്ലൊരു സ്റ്റുഡന്റ് ആയിരുന്നിട്ടും എന്തിനാ ഇങ്ങനൊക്കെ ബിഹേവ് ചെയ്യുന്നേ? ധിക്കാരം ഒരല്പം കൂടി പോകുന്നു. ഡിറ്റൻഷൻ, ഗുഡ് ഐഡിയ. ഡിറ്റൻഷൻ, ഡിറ്റൻഷൻ, ഡിറ്റൻഷൻ. അല്ല, ഇതെന്താ പറ്റിയത്? രുദ്ര എന്തിനാ ഇങ്ങനൊക്കെ ചെയ്തത്? ഇവിടുന്ന് രക്ഷപ്പെടാം. ഇവിടുന്ന് നമ്മളെ അവന് മാത്രമേ രക്ഷിക്കാനാകൂ. ഡിറ്റൻഷൻ തന്നവന് മാത്രമേ രക്ഷിക്കാനാകൂ. നമ്മൾക്കാർക്കും സ്വയം രക്ഷപ്പെടാനാകില്ല. നമ്മളെല്ലാവരും ഇവിടെ പെട്ടുപോയി. ഇതിലെന്തോ പ്രശ്നമുണ്ട്. രുദ്ര ഒരിക്കലും ഇങ്ങനെ ബിഹേവ് ചെയ്യാറില്ല. രുദ്ര ഇമേജ് ലോക്ക് ആണ്. അവർക്ക് രുദ്രയുടെ ഇമേജിനെ ലോക്ക് ചെയ്യാൻ പറ്റൂ, പക്ഷെ പാലസിനെ അല്ല. അയ്യോ, എന്റെ പാലസ്. നിങ്ങൾ എല്ലാവരും ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഇപ്പോഴും എന്റെ ബർത്ത്ഡേ ആഘോഷിക്കണം അല്ലേ? വെരി ഗുഡ്. പക്ഷെ ബർത്ത്ഡേ സോങ് ഇപ്പൊ പാടിയേ പറ്റൂ. വേഗം വേഗം പാട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. രുദ്ര ഇവിടേക്ക് എത്തിച്ചേർന്നാൽ ആകെ പ്രശ്നമായി തീരും. ജെനി, ജോഡി, സാന്റിയെ നോർമലാക്കിയേക്കാം. എനിക്ക് ഈ കാര്യം നേരത്തെ അറിയാമായിരുന്നു. ഞാനത് സംശയിച്ചതാ. നല്ല ഉറക്കം പാട്. ഷെടാ, ഇവർക്ക് പെട്ടെന്ന് എന്താ പറ്റിയത്? അതെ, നമ്മളിപ്പോ സ്വന്തം രൂപത്തിലേക്ക് മാറിയിരിക്കോ. ഞങ്ങൾ ഇനി അങ്ങനെ ചെയ്യില്ല. ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളോട് ക്ഷമിക്കൂ. ഞങ്ങളത് ചെയ്യില്ല. ഞങ്ങളത് ചെയ്യില്ല. ക്ഷമിക്കൂ. വേഗം ചെന്ന് എല്ലാം തയ്യാറാക്കൂ. രുദ്ര എവിടെയുണ്ടെങ്കിലും ഇങ്ങോട്ടേക്ക് വരും. രുദ്ര വന്നു. രുദ്ര ആരുടെ പാലസാ എടുത്തോണ്ട് വരുന്നത്? ഇത് ഷക്കാലിന്റെ പാലസ് ആണ് മാഡം. പക്ഷെ ഈ കാര്യത്തിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇതൊക്കെ ഷക്കാലിന്റെ വേലകളാണ്. ഷക്കാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു. രുദ്ര, വെൽക്കം ബാക്ക്. പക്ഷെ എന്ത് ചെയ്യാനാ, കേക്ക് ഡാമേജ് ആയി പോയി. ആ കേക്ക് ഡാമേജ് ആയി എന്താ പ്രശ്നം? മറ്റൊരു കേക്ക് വരുന്നുണ്ട്. എന്റെ അടുത്തേക്ക് വാടാ കുട്ടാ.
എന്റെ പാലസ്, എന്റെ രൂപം, അത് പോരാത്തതിന് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരും രുദ്രയോടാ പറഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്ക് ഒട്ടും ഭാഗ്യമില്ല. ഞാനാണ് മാജിക്, ഞാനാണ് മായാജാലം. ആരും എന്നെ കണ്ട് പേടിക്കുന്നില്ല. ഞാനാണ് ഷാക്കാർ. Happy birthday to you. Happy birthday to you. Happy birthday dear Rudra. Happy birthday to you. Watch India's largest kids library only on Jio Hotstar. Download the app now.